യാക്കോബ് ദൈവവുമായി മല്ലുപിടിച്ച് ജയിച്ചു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ അവൻ ദൈവത്തിൻ്റെ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി കാണുവാൻ വേണ്ടിയെത്തുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ കയറിയിരുന്നു കാണുവാൻ വേണ്ടിയെത്തുന്നു. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ ദൈവവുമായി മല്ലുപിടിച്ച് ജയിക്കുവാൻ ഇടയെത്തുന്നു. ഹോശേയ 12:4 പറയുന്നു, അവൻ കരഞ്ഞു നിലവിളിച്ചു. നീ ദൈവസേനയിൽ കരഞ്ഞു നിലവിളിച്ചാൽ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. നിന്റെ പേരെന്ത് എന്ന് ദൂതൻ യാക്കോബിനോട് ചോദിക്കുവാനിടയായിത്തീർന്നു. തൻ്റെ അപ്പൻ്റെ അടുക്കൽ താൻ പേര് മാറ്റിയാണ് പറഞ്ഞത്, യേശാവെന്ന് പറഞ്ഞു. എന്നാൽ ദൈവസേനയിൽ തനിക്ക് കളിപ്പിക്കാൻ പറ്റുകയില്ലെന്ന് മനസ്സിലാക്കിയ യാക്കോബ് തൻ്റെ പേര് യാക്കോബ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി ഒരു രാജ്യത്തിൻ്റെ പേരാണ് മാറിയത്. ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു രാജ്യത്തിൻ്റെ പേര് മാറി. നിൻ്റെ നിലവിളി, നിൻ്റെ പശ്ചാത്താപം, നിൻ്റെ ദൈവസേനയിലുള്ള സമർപ്പണം, അത് രാജ്യങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പോകുന്നു. നിൻ്റെ ദേശത്തിൻ്റെ, കുടുംബത്തിൻ്റെ, നിൻ്റെ മുഴുവനായുള്ള